നമസ്കാരം. ഇന്ന് 2025 മെയ് 22 വ്യാഴാഴ്ച. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ഓപ്പറേഷൻ സിന്ദൂർ പ്രധാനമന്ത്രിയുടെ ആദ്യ പൊതുസമ്മേളനം. പാകിസ്ഥാനിലെ ഭീകര ക്യാമ്പുകൾ ലക്ഷ്യമിട്ട ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജസ്ഥാനിലെ ബിക്കാനറിൽ ഇന്ന് പൊതുസമ്മേളനം നടത്തും. 26,000 കോടിയിലധികം മൂല്യമുള്ള പദ്ധതികൾ പ്രഖ്യാപിക്കും. മണിപ്പൂരിൽ 48 മണിക്കൂർ ഹർത്താൽ. മണിപ്പൂർ എന്ന പദം അടങ്ങിയ സൈൻ ബോർഡുകൾ നീക്കിയതിനെതിരെ മെയ്തൈ സമുദായത്തിന്റെ കോർഡിനേറ്റിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണിപ്പൂരിൽ 48 മണിക്കൂർ ഹർത്താൽ പ്രഖ്യാപിച്ചു. ഇന്ത്യൻ ടെസ്റ്റ് ടീമിൽ പുതിയ നേതൃപരിവർത്തനം. രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും വിരമിച്ചതിനെ തുടർന്ന് ഇംഗ്ലണ്ട് പര്യടനത്തിനുള്ള ഇന്ത്യൻ ടെസ്റ്റ് ടീമിന്റെ പുതിയ നായകനെ പ്രഖ്യാപിക്കാൻ BCCI തയ്യാറെടുക്കുന്നു. അശ്വിൻ ഉൾപ്പെടെ ചില മുതിർന്ന താരങ്ങൾ ടീമിൽ ഇല്ലാതായേക്കും. +2 ഫലം ഇന്ന് വൈകിട്ട് 3 മണിക്ക്. 2025 +2 പരീക്ഷാ ഫലങ്ങൾ ഇന്ന് വൈകിട്ട് 3 മണിക്ക് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പ്രഖ്യാപിക്കും. ഡിജിറ്റൽ സർവകലാശാലയുടെ താൽക്കാലിക വൈസ് ചാൻസലർ നിയമനം നിയമപരമായി നിലനിൽക്കില്ല എന്ന് ഹൈക്കോടതി. സിസ തോമസിനെ ഡിജിറ്റൽ സർവകലാശാലയുടെ താൽക്കാലിക വൈസ് ചാൻസലറായി നിയമിച്ച നടപടി നിയമപരമായി നിലനിൽക്കില്ലെന്ന് കേരള ഹൈക്കോടതി വിധിച്ചു. ബീഹാർ കുടിയേറ്റക്കാരിയായ പെൺകുട്ടിയുടെ ജീവിതയാത്ര കേരള സ്കൂൾ പാഠ്യപദ്ധതിയിൽ. ബീഹാറിൽ നിന്നുള്ള കുടിയേറ്റക്കാരിയായ പെൺകുട്ടിയുടെ ജീവിതയാത്രയെ ആസ്പദമാക്കി കേരള സർക്കാർ റോഷ്നി എന്ന പ്രത്യേക വിദ്യാഭ്യാസ പദ്ധതി ആരംഭിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ ഇവിടെ അവസാനിച്ചു. നന്ദി, നമസ്കാരം.